മോയിൻ മോയിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ജർമ്മൻ എന്തെങ്കിലും തേങ്ങ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ ഉള്ളത്, ആദ്യത്തെ 1-2 മാസം ഫുൾ ഒരു പുകയായിരുന്നു. കാരണം ഇവരെന്താ പറയുന്നതെന്ന് എനിക്കും ഞാൻ എന്താ പറയുന്നതെന്ന് അവർക്കും മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ. എന്നാലും അവർ പറയും, ഓ ദൈൻ ഡോയ്ച്ച് സാർ കൂട്ട്. പക്ഷെ എനിക്ക് മാത്രമല്ല അറിയുള്ളൂ, ഇവരെന്നെ കളിയാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളെല്ലാം ഇവരെന്തൊക്കെയോ പറയും, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയും. ഇവരെന്തെങ്കിലുമൊക്കെ പറയും, ഞാനാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കും. അവർ ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കും. എന്താ അവർ പറഞ്ഞതെന്നെങ്ങാനും എന്നോട് ഒന്നോടെ ചോദിച്ചാണ്ടല്ലോ, അവിടെ തീരും എൻ്റെ എല്ലാ നാടകവും. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. കംപ്ലീറ്റ് എന്നല്ല, ഒരു 60% മനസ്സിലാവും. എന്നാലും 40% ഒരു മന്ദതയാണ്. ചിലരെന്നൊക്കെ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നോടൊരു അമ്മച്ചിയല്ല കേട്ടോ, ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രാക്ടീസ് ലീഡറാണ്. പുള്ളിക്കാരി എന്നോട് ചോദിക്കുക, ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്രാങ്ക് വോഹയായിരുന്നു എന്ന്. അപ്പം ഞാനിങ്ങനെ, ഫ്രാങ്ക് വോഹയോ? അങ്ങനെ ഒരു വോഹേനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലില്ല. അപ്പോൾ എൻ്റെ അൺലീഡർ അപ്പുറത്തിരുന്ന് പറയുക, അല്ല ക്ലിൻഡ, കഴിഞ്ഞ ദിവസം ക്ലിൻഡ വർക്ക് ചെയ്തിട്ടിരുന്നത് ഫ്രാങ്കിൻ്റെ ഒപ്പമായിരുന്നോ? ഞാൻ പറഞ്ഞു അതെ. ആ, അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന്. ഇമാതിരി കുറെ കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചിലരൊക്കെ ഇന്ത്യയിൽ ചോദിക്കും. അപ്പോൾ അവർ പറയും, അത് ഉദ്ദേശിക്കുന്ന ഫ്രാങ്ക് വോഹയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കിൻ്റെ കൂടെ ആയിരുന്നു എന്നാണ്. ഫിലിപ്പ് വോഹയായിരുന്നു എന്ന് ചോദിച്ചാൽ ഫിലിപ്പിൻ്റെ കൂടെ ആയിരുന്നു എന്നാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിതൊക്കെ ചോദിക്കുന്നത് വെച്ച് എനിക്കറിയത്തില്ല.